NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ എഡ്യൂക്കേഷൻ ബോർഡുകളും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ആകണം എന്ന ആവശ്യവുമായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഇന്ത്യൻ ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ NCERTക്ക് കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ PARAC പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ട് ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വീഡിയോ കാണുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ പരിചയത്തിലുള്ള രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കേരള സ്റ്റേറ്റ് സിലബസുകാർ മറ്റ് സിലബസുകാരെ കമ്പയർ ചെയ്യുമ്പോൾ CBSE, ICSE അല്ലെങ്കിൽ മറ്റേത് സ്റ്റേറ്റിലെ സിലബസുകാരെ കമ്പയർ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് പിറകിലേക്ക് പോകുന്നു? കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എങ്ങനെ മെച്ചപ്പെടുത്താം, എന്തുകൊണ്ട് കാര്യമായിട്ട് ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ പേര് ഹവാസ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. 2017 ഞാൻ DUയിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഞങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് CUET എക്സാമിനേഷൻ ഉണ്ടായിരുന്നില്ല, പകരം ബോർഡ് എക്സാമിനേഷന്റെ ബേസിലായിരുന്നു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എനിക്ക് എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ 2022 ശേഷമാണ് CUET വന്നത്. അതോടുകൂടി DUയിലെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദു കോളേജിൽ മലയാളികളുടെ എണ്ണം 4-1 കുറഞ്ഞു എന്ന് പറയുന്ന ന്യൂസ് റിപ്പോർട്ടൊക്കെ നിങ്ങൾ വായിച്ചു കാണും. എനിവേ, ക്ലാസ് റൂമിലാണെങ്കിൽ കൂടെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ഞങ്ങൾ 4-5 പേരും ബാക്കി ഏത് സിലബസിലെ കുട്ടികളാണിക്കോട്ടെ, തമിഴ്നാട്, രാജസ്ഥാൻ, ബംഗാൾ, ഉത്തർപ്രദേശ് ഇവിടെ നിന്നുള്ള കുട്ടികളും CBSE, ICSE കമ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ അക്കാഡമിക് സ്ട്രെങ്ത് എന്നുള്ളത് വളരെ വീക്കാണ് എന്നുള്ളത് നേരിട്ട് അനുഭവപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ബാക്ക് ടു ദ റിപ്പോർട്ട്. PARAC പുറപ്പെടുവിച്ചിട്ടുള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് പോയി നോക്കാം. 7 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. കേരള ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ എക്സാമിനേഷൻ രീതി ശരിയല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ ആദ്യ പോയിന്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ എക്സാമിനേഷനിലെ ചോദ്യ പേപ്പറുകൾ റീകോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യങ്ങൾ വരുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അതേ ടൈപ്പ് ചോദ്യങ്ങളാണ് അടുത്ത വർഷങ്ങളിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് വർദ്ധിപ്പിക്കുകയില്ല എന്നുള്ളതാണ് PARAC റിപ്പോർട്ടിന്റെ ആദ്യ പോയിന്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മറ്റ് സിലബസുകാരെ കമ്പയർ ചെയ്യുമ്പോൾ CBSE ആയിക്കോട്ടെ, മറ്റേത് സിലബസ് ആയിക്കോട്ടെ, അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ള ഡിഫറെന്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ റീകോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല, റിപ്പീറ്റ് ആയിട്ട് വരാറില്ല. ഇനി ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിലും JEE അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂൾ ലെവലിൽ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാംസിലെല്ലാം റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറില്ല എന്നുള്ളതും നമ്മൾ കൂട്ടത്തിൽ എഴുതി വായിക്കേണ്ട ഒരു സംഗതിയാണ്. അനദർ വൺ, ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, നമ്മുടെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇല്ല എന്നുള്ളത്. ബാക്കിയുള്ള ബോർഡ് ഓഫ് എഡ്യൂക്കേഷന് അവർ എക്സാം കണ്ടക്ട് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അവർക്കുണ്ട്. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലാണ് കുട്ടികളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ കഴിയുക, അവരുടെ കോഗ്നിറ്റീവ് സ്കിൽ എങ്ങനെ മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് ഏതൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ, ഒരു സ്ട്രക്ചറൽ ഡിസൈൻ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ കേരള ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ പാറ്റേണിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈൻ, ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ഇല്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് PARAC റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനദർ വൺ, നമ്മുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഇയർ എൻഡിലാണ്. കുട്ടിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവാലുവേഷൻ നടക്കുന്നത് ഒരു വർഷത്തിന്റെ അവസാനം മാത്രമാണ്. അതേസമയം മറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ അതൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ്, ഒരു ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ NEP 2020 മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് തന്നെയാണ്. കുട്ടികളുടെ മെന്റൽ സ്ട്രെസ് കുറക്കാനും പ്രഷർ കുറക്കാനൊക്കെ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാം പാറ്റേൺ കുട്ടികൾക്ക് കൂടുതൽ സഹായകമാകും എന്നുള്ളത് ഞങ്ങൾ എക്സാം ബൈ ലേണിംഗിലും ഫോളോ ചെയ്യുന്നത് ഈ രൂപത്തിലൊരു പാറ്റേൺ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ ഇവാലുവേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ അസസ്മെന്റ് ടെസ്റ്റുകൾ നമ്മൾ നടത്തി വരുന്നു. ഓരോ വീക്കിലും കോമ്പറ്റീറ്റീവ് എക്സാംസിന് കുട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണോ ആ രൂപത്തിൽ തന്നെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് NTA നടത്തുന്ന ആ ഒരു ഫോർമാറ്റിൽ തന്നെ കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ടഡ് എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഏതൊക്കെ ചോദ്യങ്ങൾ അവർക്ക് തെറ്റിപ്പോയി എന്നുള്ളൊരു ഇവാലുവേഷൻ അവർക്ക് സെൽഫ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എക്സാമുകൾ നമ്മുടെ എക്സാം ബൈ ലേണിംഗിലെ ഫൗണ്ടേഷൻ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡിയർ പാരൻസ്, ഈ ഒരു വീഡിയോ എന്നുള്ളത് കേരള സ്റ്റേറ്റ് സിലബസുകാരെ താഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നുള്ളതല്ല. പകരം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന, കേരള സ്റ്റേറ്റ് ബോർഡിന് കീഴിൽ പഠിക്കുന്ന നമ്മുടെ മക്കളുടെ പെർഫോമൻസ് ഏതൊക്കെ രൂപത്തിൽ ഉയർത്താൻ കഴിയും, ബൂസ്റ്റ് ചെയ്യാൻ കഴിയും, അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സംഗതികളെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം ബൈ ലേണിംഗിൽ ആക്ച്വലി കേരള സ്റ്റേറ്റ് സിലബസുകാർക്കും CBSEക്കാർക്കൊക്കെ സെപ്പറേറ്റ് ബാച്ചുകൾ ആയിക്കൊണ്ട് തന്നെ അവരുടെ സ്കൂളിലെ കരിക്കുലത്തിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ തന്നെ സബ്ജക്ട്സ് നമ്മൾ അലൈൻ ചെയ്തു. അതോടൊപ്പം അവർക്ക് അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ സ്കിൽഫുൾ ആയിട്ടുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള സംഗതികൾ, അവർക്ക് വെക്കേഷനിൽ കോഡിംഗ് ക്യാമ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. PARAC റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് അക്കാഡമിക്സിന് പുറമെയുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള കോഡിംഗ് പോലെ AI പോലെ
ഫ്യൂച്ചറിലെ ജോബ് മാർക്കറ്റ് ആവശ്യപ്പെടുന്ന ഡിമാൻഡ് സ്കില്ലുകൾ കൊടുക്കുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ വെക്കേഷനുകളിൽ AI ജൂനിയർ AI ബൂട്ട് ക്യാമ്പുകളും കോഡിംഗ് ബൂട്ട് ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അവരെ ടെക്നോളജി സ്കിൽഫുൾ ആക്കുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകളും സെഷനുകളും ഒക്കെ നിരന്തരം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ പരക് റിപ്പോർട്ടിന്റെ അടുത്ത പോയിന്റുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മുടെ മക്കളുടെ അക്കാഡമിക്സിനോടൊപ്പം സ്കൂൾ പഠനത്തോടൊപ്പം എത്രമാത്രം അവർ മെന്റലി വെൽബീയിങ് ആണ്, അവർ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് NEP 2020 മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. എക്സാം ബൈ ലേണിംഗിൽ ഞങ്ങൾ ആക്ച്വലി ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, മെന്റർഷിപ്പ് സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്ന് പറയുമ്പോൾ അക്കാഡമിക്സിൽ സപ്പോർട്ട് മാത്രമായിട്ടല്ല മെന്റർ ഉള്ളത്. കുട്ടി എപ്പോഴൊക്കെ ഡൗൺ ആകുന്നോ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെന്റർ ഉണ്ടാവും. കുട്ടിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഈ മെന്റർ ഉള്ളത്. എല്ലാ തരത്തിലും കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ഈ ഒരു മെന്ററുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ നമ്മുടെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് പാരന്റ്സ് എന്നുള്ള നിലയിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ മക്കളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് അവർ പഠിക്കുന്ന എൻവിറോൺമെന്റ് എത്രമാത്രം സേഫ് ആണ്, സെക്യൂർ ആണ്, കൂൾ ആണ് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് അല്ലേ. അവർ പഠിക്കുന്ന സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിന്റെ സ്കൂളുകളൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിംഗ് ഫെസിലിറ്റീസ് ഒക്കെ നന്നായി വരുന്നുണ്ട്. ആ ഗവൺമെന്റിന്റെ സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. എങ്കിൽ കൂടെ കുറച്ചധികം ടെക് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റങ്ങൾ നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളിൽ തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ള സജഷൻ കൂടെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാം. അതോടൊപ്പം ഇൻക്ലൂസീവ്നെസ് എന്നുള്ളത്, നമ്മുടെ കുട്ടികളിൽ പലരും പല രൂപത്തിലുള്ള സ്കെയിലുള്ള കുട്ടികളായിരിക്കും. ചില കുട്ടികൾ കുറച്ച് സ്ലോ പേസിലായിരിക്കും അവരുടെ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരും എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിരിക്കും. കുറച്ച് സ്പെഷ്യലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവർക്കെല്ലാം കൂടെ ഏത് രൂപത്തിൽ നല്ല രൂപത്തിലുള്ളൊരു ലേണിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ള രൂപത്തിലും നമ്മുടെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സംഗതി പരക് റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയും. അതായത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അവരുടെ പേസിനനുസരിച്ചുള്ള ഒരു ലേണിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യണം എന്നുള്ള സംഗതി. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എക്സാം ബൈ ലേണിംഗ് ഏതൊക്കെ രൂപത്തിലാണ്, ഈ രൂപത്തിൽ കേരള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളാണോ അല്ലെങ്കിൽ മറ്റേത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളാണോ അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ മെന്റർഷിപ്പ് സിസ്റ്റം, കുട്ടിക്ക് ഒരു മെന്റർ എന്നുള്ള രൂപത്തിൽ കുട്ടിയുടെ ഏത് സ്റ്റേജിലും കുട്ടിക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രൂപത്തിലാണ് മെന്റേഴ്സിന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടീം എന്ന് പറയുന്നത് IITians ആൻഡ് ഡോക്ടേഴ്സ് ആണ്. കുറേ അധികം കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം എന്ന നിലയ്ക്ക് അവർക്കറിയാം ഏത് രൂപത്തിലാണ് നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്തേണ്ടത്, ഏതൊക്കെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ മെത്തഡോളജികൾ, ഓരോ വീക്കിൽ നമ്മൾ നടക്കുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മുടെ മക്കൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. ബോർഡ് എക്സാംസിന്റെ മാർക്കിന് അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. പകരം കോമ്പറ്റേറ്റീവ് എക്സാംസിലെല്ലാം MCQ ബേസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ NTA സംഘടിപ്പിക്കുന്ന NTA ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾ എക്സാംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷനും കുട്ടിക്ക് കുട്ടിയുടെ സെൽഫ് പേസിൽ ബ്ലെൻഡഡ് ലേണിംഗിൽ ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമിനോട്, ബെസ്റ്റ് ഫാക്കൽറ്റി ടീമിനോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മുടെ എക്സാം ബൈ ലേണിംഗ് നമ്മൾ ഒരുക്കുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് അഡീഷണലായിട്ട് നമ്മൾ ഈ പറയുന്ന കുറച്ച് ആഡ് ഓൺ സംഗതികൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സംഗതി പാരന്റ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾ കാര്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടില്ല എങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളുടെ ഭാവിയിലെ ഒരു പ്രധാന അക്കാഡമിക് സ്റ്റെപ്പിന് ഒരു വില്ലനായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ 2025-26 അടുത്ത വർഷത്തേക്കുള്ള എക്സാം ബൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ രൂപത്തിൽ കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, അത് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു എയിം ആയിട്ടുള്ളത്. ആസ് എ ടീം എന്നുള്ള രൂപത്തിൽ IITians, NITians, ഡോക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന ഈ ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. മെന്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഫാക്കൽറ്റി ടീം ഉണ്ട്, നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട്, നമ്മുടെ ടെക് ലീഡ്സ് ഉണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ മക്കളുടെ ഒരു ലേണിംഗ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിസ്റ്റം റെഡിയാക്കുന്ന തിരക്കിലാണ്. സോ വി ആർ വെൽക്കം യുവർ ചൈൽഡ് ടു ദി ഫൗണ്ടേഷൻ പ്രോഗ്രാം. അടുത്ത വർഷത്തെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇനിയും നിങ്ങൾ വൈകരുത്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.